കോയിൻ കുഞ്ഞു വിഴുങ്ങി. ഇവന് പെട്ടെന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്ന് ഈ വിവരം കലാപ നവാസിനെ വിളിച്ച് പറഞ്ഞു. നവാസ് അന്നത്തെ കാലത്ത് പൈസ നല്ലൊരു തുക അയച്ചു കൊടുത്തു. ഞാൻ വിളിച്ചപ്പോൾ തന്നെ നവാസ് എനിക്ക് എൻ്റെ കുഞ്ഞിങ്ങനെ ഹോസ്പിറ്റലിലാണ്, അതുകൊണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അപ്പം തന്നെ എനിക്ക് പൈസ ഇട്ട് തന്നു. കാരണം അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അത് ആ സമയത്ത്. പല ആൾക്കാരെയും വിളിച്ചിട്ടും മൈൻഡ് ചെയ്തില്ല. അത് പോട്ടെ, കാരണം ഓരോരുത്തർക്കും സഹായിക്കാം മനസ്സ് കാണുമെന്ന് അറിയില്ലല്ലോ. അല്ല, അങ്ങനെ നല്ല മനസ്സ് കാണിച്ച ഒരു വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞു. കലാപ നവാസിനെ പറ്റി ഒരു മനുഷ്യൻ പോലും, ഒരു കൊച്ചു കുഞ്ഞു പോലും ഒരാളുടെ അടുത്ത് നവാസ് ദേഷ്യപ്പെട്ടിട്ട് പോലും ഇല്ലെന്നാണ് പ്രമുഖരൊക്കെ ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഈ തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ എന്നുള്ളൊരു പാട്ടിൻ്റെ വരി. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, നീ ഇങ്ങനെ പോയാൽ മതി എന്നൊക്കെ നമുക്ക് നല്ല രീതിയിലൊരു വലിയ എന്താ പറയുക, ഒരു കൂട്ടുകാരൻ മാത്രമല്ല, ഉപദേശം നൽകുന്നു. നല്ല ഒരു എല്ലാം കൊണ്ടും നല്ല മനുഷ്യനായിരുന്നു, നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു, നല്ല നല്ല സൗഹൃദം. ഒരിക്കൽ പോലും നമ്മളോടൊന്നും ദേഷ്യപ്പെട്ടിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഷോക്ക് തന്നെയാണത്. പെട്ടെന്നൊരു ഷോക്കായിരുന്നു. ആരെങ്കിലും ആ സമയത്തൊരു ഹെൽപ്പിനുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം നമ്മളോട് കണ്ടേനെ. കലാപ നവാസിനോടൊപ്പം ഞാൻ 1-2 ചാനൽ ഷോ ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ നവാസുമായിട്ട് അടുപ്പവും നവാസുമായിട്ട് ഒരുപാട് സ്റ്റേജ് ഷോകളും ചെയ്ത ഒരാളാണ് കൊല്ലം സുനിൽ. കൊല്ലം സുനിലിൻ്റെ വാക്കുകൾ നമുക്ക് ആദ്യം കേൾക്കാം. നവാസ് ഖാൻ, നിയാസ് ഖാൻ ഞാനങ്ങനെ വിളിക്കാറ്. വർഷങ്ങളായിട്ട് അവരുടെ ട്രൂപ്പിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. മോളൊക്കെ കുഞ്ഞായിരുന്നപ്പം അവിടെയാണ് താമസിക്കുന്നത്, ഫുഡെല്ലാം കഴിക്കുന്നതൊക്കെ. നല്ല നല്ല ഓർമ്മകളാണ് എനിക്കുള്ളത്. വടക്കാഞ്ചേരിയിൽ ഉമ്മ ഉണ്ട്, കുടുംബ വീട്. പ്രോഗ്രാമിന് മുമ്പ് അവിടെ കയറും, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെ കുറേ സ്റ്റേജുകൾ നവാസുമായിട്ട് വേദി പങ്കിടാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല ദുഃഖമുണ്ട്. ഞാൻ ഒരുപാട് കരഞ്ഞു. കാരണം വല്ലാത്തൊരു നീറുന്ന മനസ്സാണ്. കാരണം ഒന്ന്, കൊല്ലം സുനിയുടെ കുഞ്ഞിന് സേഫ്റ്റി പിൻ കുഞ്ഞു വിഴുങ്ങി, കോയിൻ കുഞ്ഞു വിഴുങ്ങി. കൊല്ലം സുനി 2.5 വയസ്സുള്ളപ്പോൾ ആ സമയത്ത് ഇവന് പെട്ടെന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്ന് ഈ വിവരം കലാപ നവാസിനെ വിളിച്ച് പറഞ്ഞു. നവാസ് അന്നത്തെ കാലത്ത് നല്ലൊരു തുക അയച്ചു കൊടുത്തു. അതിൻ്റെ സ്ക്രീൻഷോട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ ഗ്രൂപ്പിൽ കൊല്ലം സുനിൽ ഷെയർ ചെയ്തു. പെട്ടെന്ന് ഇത് എന്നെ വിളിച്ചത്, പെട്ടെന്ന് താജ് എന്നെ വിളിച്ച്, ഞാൻ വിളിച്ചു പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ. അപ്പോൾ പെട്ടെന്ന് വായിച്ചപ്പോൾ കുഞ്ഞിന് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഞാൻ ചോദിച്ചു. അന്ന് നമ്മൾ കലാപ നവാസ് സഹായിച്ചത് നന്ദിയോടെ മരണപ്പെട്ടപ്പോൾ അതിൻ്റെ പൈസ അയച്ചതിന് സ്ക്രീൻഷോട്ട് കൊല്ലം സുനിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഉടനെ വിളിച്ചു, കുഞ്ഞിനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഇല്ല അളിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ വിളിച്ചല്ലോ എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ? അപ്പം പിന്നെ പ്രോഗ്രാം കുറവാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഓണത്തിന് എനിക്ക് എല്ലാ ഡേറ്റുകളും പ്രോഗ്രാം ഫില്ലായി. എനിക്ക് വന്ന 2 പ്രോഗ്രാം ഞാൻ അറേഞ്ച് ചെയ്ത് കൊല്ലം സുനിൽ ആ സ്നേഹം കാണിച്ചു താജ്. ഞാൻ ആ സ്നേഹം കാണിച്ചു. പിന്നെ നവാസ് വീട്ടിൽ വന്നപ്പോൾ ഉമ്മ മരണപ്പെട്ടു, ഭക്ഷണമൊക്കെ കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ നല്ല നല്ല ഓർമ്മകൾ, കാരണം പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അത്രയ്ക്കും അടുപ്പമായിരുന്നു. അത്രയ്ക്കും അടുപ്പമായിരുന്നു. ഞാൻ വിളിച്ചപ്പോൾ തന്നെ നവാസ് എനിക്ക് എൻ്റെ കുഞ്ഞിങ്ങനെ ഹോസ്പിറ്റലിലാണ്, അതുകൊണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അപ്പം തന്നെ എനിക്ക് പൈസ ഇട്ട് തന്നു. കാരണം അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അത് ആ സമയത്ത്. പല ആൾക്കാരെയും വിളിച്ചിട്ടും മൈൻഡ് ചെയ്തില്ല. അത് പോട്ടെ, കാരണം ഓരോരുത്തർക്കും സഹായിക്കാം മനസ്സ് കാണുമെന്ന് അറിയില്ലല്ലോ. അല്ല, അങ്ങനെ നല്ല മനസ്സ് കാണിച്ച ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയുക. കാരണം ഞങ്ങളിന്ന് ഈ അനുസ്മരണ യോഗം കൂടിയപ്പോഴും ഒരാൾ പോലും എന്നെപ്പറ്റി സംസാരിക്കുമ്പോൾ ഒരുപാട് നെഗറ്റീവുകളുണ്ടെന്ന് എനിക്ക് ഉത്തമബോധി എനിക്കുണ്ട്. ഇപ്പം ഞാൻ മരണപ്പെട്ടാൽ ആൾക്കാർ പറയും അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു എന്നൊക്കെ പറയും. പക്ഷേ കലാപ നവാസിനെ പറ്റി ഒരു മനുഷ്യൻ പോലും, ഒരു കൊച്ചു കുഞ്ഞു പോലും ഒരാളുടെ അടുത്ത് നവാസ് ദേഷ്യപ്പെട്ടിട്ട് പോലും ഇല്ലെന്നാണ് പ്രമുഖരൊക്കെ ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഈ തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ എന്നുള്ളൊരു പാട്ടിൻ്റെ വരിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അല്ലേ? തൽക്കാല ദുനിയാവ് കണ്ട് നമ്മൾ ഒരിക്കലും മയങ്ങരുത്. മരണം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ളത് ഒരു ഓർമ്മ വെച്ച് നടക്കണം. മരണവും ആഹാരവും ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നിടത്ത് വെച്ചായിരിക്കത്തില്ല ദൈവം നമുക്ക് തരുന്നത്, ഒരിക്കലും. അപ്പം ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം അങ്ങനെ ഒരു അസുഖങ്ങളോ ഷോക്ക് തന്നെയാണത്. പെട്ടെന്നൊരു ഷോക്കായിരുന്നു. ആരെങ്കിലും ആ സമയത്തൊരു
ഹെൽപ്പിനുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം നമ്മളോട് കണ്ടേനെ. ഒരു റൂമിൽ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു നമുക്ക് പെട്ടെന്ന് നമ്മൾ അന്നേരം ആഗ്രഹിച്ചു പോയി. പ്രഥമ ശുശ്രൂഷയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരാൾ കൂടെ എപ്പോഴും നമുക്ക് നമ്മുടെ കൂടെ നടക്കുന്ന ഒരാൾ, ഒരു വാഹനം ഓടിക്കുന്ന ഒരാളോ അറിയാവുന്ന ഒരാളോ ഒക്കെ കൂടെ എപ്പോഴും നമ്മുടെ കൂടെ ഒരാളുണ്ടാവുന്ന എപ്പോഴും നല്ലതാണ്. ഇപ്പം എൻ്റെ യാത്രയ്ക്കായാലും കൊല്ലം സുനിയുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഒറ്റയ്ക്ക് എവിടെയെങ്കിലും റൂമെടുത്ത് താമസിക്കുമ്പോഴോ ആരെങ്കിലും കൂടെ ഉള്ളത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നല്ലതാണ്. കാരണം ദൈവം തന്ന ആയുസ് വരെ നമ്മളെല്ലാവരും ജീവിച്ചിരിക്കത്തുള്ളൂ. ദൈവം നമ്മൾ ഓരോരുത്തർ ജനിക്കുമ്പോൾ നമ്മുടെ തലയിൽ ഓരോന്ന് എഴുതിയിട്ടുണ്ട്, നീ ഇത്രാം തീയതി മരിക്കും എന്ന്. ഈശ്വരൻ ആ ഒരു പ്രപഞ്ച സത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നാലും കലാപനവാസിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ആ കുടുംബത്തിന് ദൈവം തമ്പുരാൻ എല്ലാവിധ കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഖബർ, അദ്ദേഹം എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അത് മാത്രമേ ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നിയാസ് ഖാനെ വിളിക്കാനുള്ളൊരു മനസ്സില്ല എനിക്ക്. കാരണം വെച്ചാൽ അത്രയ്ക്കും പറ്റുന്നില്ല, സംസാരിച്ചാൽ ഞാൻ കരയും. അങ്ങനൊരു ഫീലിംഗ് ആണ് എനിക്കുള്ളത്. പിന്നെ രഹനാക്കും മക്കൾക്കും ദൈവം തമ്പുരാൻ മുന്നോട്ടുള്ള ജീവിതം നല്ല രീതിയിലാക്കി അവരുടെ മനസ്സിൻ്റെ വേദന എല്ലാം മാറ്റി കൊടുക്കട്ടെ. അത് വല്ലാതെ ഞാൻ കരഞ്ഞു പോകും. അതെ, തീർച്ചയായിട്ടും വീടേന്നും പറഞ്ഞ് ഉള്ളത് എല്ലാ കാര്യം ചിട്ടയും നല്ല രീതിയിൽ, ആരെയും നമ്മളെയൊക്കെ നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, നീ ഇങ്ങനെ പോയാൽ മതി എന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഒരു വലിയ എന്താ പറയുക, ഒരു കൂട്ടുകാരൻ മാത്രമല്ല, ഉപദേശം നല്ല ഒരു എല്ലാം കൊണ്ടും നമ്മൾ ഉപദേശിക്കുന്ന ഒരാളായിരുന്നു. എല്ലാവരെയും പ്രായഭേദമന്യേ എല്ലാവരെയും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു കലാപൻ നവാസ്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കഴിവുകൾക്ക് ഒരുപാട് ആൾക്കാർ അറിയുന്നത്. അറിയുന്നത് കാരണം അത്രയും പ്രോഗ്രാം കളക്ട് ചെയ്ത് ഒരു ചാനലിൽ ഇട്ടുകൊണ്ടിരിക്കുക, യൂട്യൂബിനകത്താണെങ്കിൽ എല്ലാത്തിനാണ്. പക്ഷെ നല്ല പഴയ പ്രോഗ്രാമാണ്. മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വില സമൂഹം കുറച്ചുകൂടെ അറിയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള, ജീവിച്ചിരിക്കുന്ന ഒരുപാട് കഴിവുള്ള കലാകാരന്മാരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലേ? TV പ്രോഗ്രാമായിരുന്നു, ഏഷ്യാനെറ്റിലെ ഷോ. നല്ല മനുഷ്യനായിരുന്നു, നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു, നല്ല സൗഹൃദം. ഒരിക്കൽ പോലും നമ്മളോടൊന്നും ദേഷ്യപ്പെട്ടിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ പോലും എന്തെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവമാണ്. പക്ഷേ ആരോടും ദേഷ്യം ഒന്നും പ്രകടിപ്പിച്ചിട്ടേ അല്ല ഇന്ന് വരെ.